ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനി ആടിപ്പാടി കോളേജിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറും നമ്മുടെ കേശു ഒറ്റയ്ക്കായി വീട്ടിൽ. ആ നേരം കേശു ടീച്ചറുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്കാണെങ്കിൽ ആകെ വിഷമാവോ ടീച്ചറേ എന്ന് പറഞ്ഞു. എന്താടാന്ന് ചോദിക്കുമ്പോൾ അവളുടെ കാര്യം ആലോചിച്ചിട്ടാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു ജോലിയാണ് ടീച്ചർ അത്യാവശ്യം, അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകുമെന്ന് ടീച്ചർ പറയാം. ഞാൻ പഠിക്കാൻ പോയാലും തോറ്റു പോകുമെന്ന് പറയുമ്പോൾ എടാ മണ്ടനാണെന്ന് സ്വയം അങ്ങ് സമ്മതിച്ച് തന്നാലേ പിന്നെ ബാക്കിയുള്ളവരുടെ പണി അങ്ങ് എളുപ്പമായല്ലോ അല്ലേ എന്ന് ടീച്ചറമ്മ കേശുവിനോട് ചോദിക്കാം. ഞാനിപ്പോൾ പഠിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ടീച്ചറെ ഉള്ളതെന്ന് പറയുമ്പോൾ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാടാ, നീ ധൈര്യമായിട്ടിരിക്കെ. അത് പിന്നെ കേശു നമുക്കേ ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലോ എന്ന് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നെ, ബോസ് അറിഞ്ഞത് പ്രശ്നമാവെന്ന് പറഞ്ഞു. അതിന് നിൻ്റെ ബോസ് അറിഞ്ഞിട്ട് വേണ്ടേ അത്? എനിക്കതൊന്നും പറ്റില്ല ടീച്ചറെ, എനിക്ക് പേടിയാ ടീച്ചറെ എന്നൊക്കെ പറയുമ്പോൾ എടാ ടൂറ് പോയവരുടനെ മടങ്ങി വരുവടാ, പിന്നെ എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റില്ലടാ. അതുകൊണ്ടാടാ കേശു ഞാനീ പറയുന്നത്. ടീച്ചർ പറഞ്ഞാൽ എനിക്കത് കേൾക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്ന് കേശു. അപ്പോൾ നമ്മുടെ ടീച്ചറമ്മയ്ക്ക് കുറച്ച് സന്തോഷമായി. അപ്പോഴേ എന്നാൽ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ശരി, രണ്ടുപേരും കൂടെ പോകാൻ നോക്കുന്നു. നമ്മുടെ ടീച്ചറമ്മ പർദ്ദയൊക്കെ എടുത്ത് കെട്ടി. അപ്പോഴത്തേക്കും കേസ് റെഡി ആയിട്ട് ഇങ്ങനെ വന്നു. എന്തെങ്കിലും കുഴപ്പമാകൂടാന്ന് ചോദിച്ചു. ആ ക്യാരക്ടർ പിടിച്ചങ്ങ് നിന്നാൽ മതി ടീച്ചറെ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാലിതല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഉമ്മച്ചി വേഗം റെഡിയാകാൻ പറഞ്ഞു. അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത്, അതായത് ഉപ്പുമാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിലാക്കി രണ്ടുപേരും കൂടെ ലോകം ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ നാടും അതുപോലെ ടൗണും ഒക്കെ ചുറ്റി നടന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ട് കൈയൊക്കെ കഴുകി അതിലിങ്ങനെയൊക്കെ നടക്കുക കേട്ടോ. അങ്ങനെ നടന്ന് പാർക്കിലെത്തി, അതുപോലെ തന്നെ ബീച്ചിൽ പോയി. അങ്ങനെ രണ്ടുപേരെ കണ്ടു ഇപ്പോൾ ആയിരിക്കുന്ന രണ്ടുപേരുടെ സ്റ്റുഡൻ്റാണെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ കേശുവിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയൊക്കെ പറഞ്ഞു കൊടുത്തും ഒക്കെ അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേശുവിനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കേശു ഇങ്ങനെ ചെല്ലുക കേട്ടോ. അങ്ങനെ നമ്മുടെ കേശു അവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നു. ടീച്ചറമ്മ അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നു. കേശു എന്തൊക്കെയോ ചോദിച്ചു. അതിന് ശേഷം പിന്നെ ആ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അതായത് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ചേട്ടനുമായിട്ട് കേശു അപ്പുറത്തേക്ക് അങ്ങ് പോയി. ടീച്ചറമ്മ അന്നേരത്തേക്ക് പുറത്തേക്കിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ മോള് അമ്മയെ കൂട്ടി വരത്തെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും തിരക്കാണെന്നൊക്കെ കുഞ്ഞിങ്ങനെ പറയുക. അപ്പോൾ മോളോട് അമ്മ പിണങ്ങാറുണ്ടെങ്കിൽ ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞു. വലിയ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിന് മിഠായിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടീച്ചറമ്മ അങ്ങ് പോയി. അപ്പോൾ ടീച്ചറമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ അച്ഛൻ വന്നു. ആരാ മോളെ വന്നോന്ന് ചോദിച്ചു. ഒരു ഇത്താത്ത അതെ, എന്നിട്ട് എനിക്ക് മിഠായിയും കൊണ്ട് തന്നോന്ന് പറഞ്ഞു. അതൊന്നും കഴിക്കണ്ട, നമുക്കറിയാത്ത ആര് തരുന്നതും കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അറിയാത്ത ആളല്ലല്ലോ എന്ന് കൊച്ചു പറയാം. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചല്ലോ. എന്തോന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും ഇപ്പം പിണങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചർമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കേശുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അതും കനിയാണ് വിളിക്കുന്നത്. നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. അയ്യോ അത് ഞാൻ എൻ്റെ ചെറിയമ്മ എന്തിയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ ബോസേ എന്ന് പറഞ്ഞു. ഞാനില്ലാത്തപ്പോൾ നിന്നോട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചറമ്മ ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കും എന്താ കനി പറയുന്നതെന്നറിയാം. ഫോൺ പോലും ചെറിയമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പൊതിച്ചോറ് കഴിച്ച ഉടനെ വിളിക്കുമെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ കനി ഇങ്ങനെ ചോദിക്കട്ടോ. ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. പിന്നെ നീ എന്തായാലും വീടെത്തുമ്പോൾ ചെറിയമ്മേനെ കൊണ്ടൊന്ന് വിളിപ്പിക്കാൻ പറഞ്ഞു കനി. എത്തിയിട്ട് വിളിപ്പിക്കാൻ ബോസേ. ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്താ അവൾ പറഞ്ഞോന്ന് ചോദിച്ചു. പൊതിച്ചോറിൻ്റെ റിവ്യൂ പറയാനായിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടിയില്ല, അതിന് എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പൊതിച്ചോറ് എങ്ങനെയുണ്ടെന്നെല്ലാം പറഞ്ഞോ. ഞാനൊന്നും ചോദിച്ചില്ല, വെറുതെ ചോദിച്ച് ചുമ്മാ അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചെന്ന് കേശു പറയാം. അതെ ഇപ്പോൾ ബാക്കി നടക്കുമല്ലോ ടീച്ചറെ, നടക്കുക തന്നെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇങ്ങനെ നടക്കാം. അങ്ങനെ അവർ നടന്നങ്ങ് പോന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കനി വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ് ഇവരെ ചോദ്യം ചെയ്യുക. അപ്പോൾ സാധനം മേടിക്കാൻ പോയ കാര്യവും ഞങ്ങൾ ചുമ്മാ ഇതിലങ്ങ് പോയതേ ഉള്ളെന്ന് പറഞ്ഞു. കനിക്ക് കള്ളത്തരം മനസ്സിലായി. ഞാൻ ചെറിയമ്മയോട് പറഞ്ഞിരുന്നതല്ലേ കഴിച്ചിട്ട് റിവ്യൂ പറയാനായിട്ട് വിളിക്കുമെന്ന്. ചെറിയ എന്തുകൊണ്ട് ഫോൺ എടുക്കാതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. അങ്ങനെ കനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിങ്ങനെ കുത്തിയിരിക്കുന്നു. ഫോൺ എന്തിയാ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ സൈലൻ്റ് കിടക്കുവങ്ങണ്ടായിരുന്നു. അല്ലേടാ അതെ ഞാൻ ശ്രദ്ധിച്ചില്ല കനിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ കിടന്ന് ഉരുണ്ട് കളിക്കുക കനിയുടെ മുന്നിൽ.
അങ്ങനെ ഇവർ എന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കനിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോയി തിന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ടീച്ചർമ്മ വേഗം വിഷയം മാറ്റി ചോദിച്ചു. പൊതിച്ചോറ് കൊണ്ടുപോയി തിന്നപ്പോഴാണ് ഞാനൊരു വീടിൻ്റെ ഭാഗമാണെന്നൊക്കെ തോന്നുന്നതെന്ന് കനി ടീച്ചറോട് പറയുക കേട്ടോ. ഞാനേ ഏതോ ബഹിരാകാശത്ത് ബുള്ളറ്റ് ഓടിച്ചു വന്ന കക്ഷിയാണെന്ന് ക്യാമ്പസിലുള്ളവർ വിചാരിച്ചുകൊണ്ടിരുന്നതെന്നും എന്തായാലും അതൊന്ന് മാറി കിട്ടിയെന്ന് നമ്മുടെ കനി പറയണേ. എനിക്കും പൊതു കെട്ടി തരാൻ ആളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റിയെന്നൊക്കെ കനി പറയാം. അതൊരു സന്തോഷം തന്നെയാണെന്നൊക്കെ. അപ്പം ഇതൊക്കെ കേട്ട് കേശു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ വാട്ടിയിലയിലെ ഭക്ഷണത്തിൻ്റെ രുചി ഓഹ് അത് കിടിലമായിരുന്നു, ഒന്നും പറയാനില്ല ചെറിയമ്മ, സൂപ്പറായിരുന്നു എന്നും പറഞ്ഞു. അപ്പോഴേ ഇനി എന്നും നീ കോളേജിൽ പോകുമ്പോൾ ഞാൻ പൊതു കെട്ടിത്തരാം. എന്താ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നവർക്കല്ലേ അതൊക്കെ പറ്റുള്ളൂ, അവരെ പരമാവധി താമസിച്ച് വരട്ടെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനി പറയുമ്പം എന്നും പറഞ്ഞ് കേശു നിന്ന് ചിരിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ടീച്ചറമ്മയുടെ ഫോണിലേക്ക് കോള് വന്നു. അത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറായിരുന്നു. കൂട്ടുകാരി വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഫോൺ എടുത്തു, സംസാരിച്ചു. സരസു നാളെ ജോൺ കോഴിക്കോട് പോകുന്നു പറയുമ്പം ജോൺ എപ്പോഴും ഇറങ്ങുമെന്ന് ചോദിച്ചു. രാവിലെ ഇറങ്ങും. അപ്പം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ കനിയെ വിടാമെന്ന് പറഞ്ഞു. ഞാനേ കനിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കനിയും നമ്മുടെ മേരി ടീച്ചറും കൂടെ സംസാരിക്കുക. അപ്പോൾ ജോൺ പോകുന്ന കാര്യത്തെപ്പറ്റി പറയുമായിരുന്നു. അപ്പോൾ രാവിലെ നേരെ കാണാൻ കനികാന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ സെറ്റ്, അപ്പോൾ പൊളിക്കാല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയോണ്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് കഴിച്ചല്ലേ, ഇപ്പം വൈകുന്നേരത്തേക്ക് എന്നത്തിനാ? ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയ്യും കാലൊക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ നമ്മുടെ കേശു ഇങ്ങനെ ടീച്ചറെ കൈയും കാലും കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ കണ്ണടച്ചൊക്കെ കാണിക്കുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കണ്ണുകൾ കൊണ്ട് വർത്താനം പറയാം. ഈ ഒരു സമയത്ത് നമ്മുടെ കനി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ കള്ളത്തരം ഇവരുടെ ഇടയിലുണ്ട്. കനി ചോദിക്കുന്നതിനല്ല ഇവർ മറുപടി പറയുന്നത്. അങ്ങനെ കനി എന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനി ഫോണുമായിട്ട് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്താ ഈ നോക്കണേന്ന് ചോദിച്ചു ടീച്ചർ. നമ്മുടെ മറ്റേ ഓൺലൈൻ പാചകമാഷ് വിളിച്ചിട്ടുണ്ടായിരുന്നേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു ചിരി കേശു. മേരിക്കുട്ടി ടീച്ചറോട് സംസാരിക്കുന്നതിനിടയിലാണ് കേട്ടോ ഈ കോള് വന്നേ. അപ്പം ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ടീച്ചർ ഫോൺ മേടിക്കാൻ നോക്കുമ്പോൾ പിന്നെ ചെറിയമ്മ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ പുള്ളിക്കാരൻ ഇനി അത്താഴം വയ്ക്കാൻ എന്ന് കനി നീ ഒന്ന് പോയേ കനി എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ കനിയോട് പറയുമ്പം എന്താ ഇവിടെ ഒന്ന് സംസാരിച്ചാലെന്ന് ചോദിച്ചു. ഫോണുമായിട്ട് പുറത്തേക്ക് പോയി ടീച്ചറെ പിടിച്ച് നിർത്തി കനി ചോദിച്ചു സീക്രട്ട് അല്ലേന്ന് ചോദിക്കുമ്പോൾ മറ്റാരും കേൾക്കാൻ പാടില്ലാത്തത് രഹസ്യമാണ് ചോദിക്കുമ്പോൾ കനി നിങ്ങളുടെ ഇടയിൽ നിന്നല്ലേ നിങ്ങളെ ചളിപ്പ് കാരണം എനിക്കൊന്നും കേൾക്കാൻ പോലും പറ്റില്ലെന്നും പറഞ്ഞു നമ്മുടെ ടീച്ചറമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ സമ്മതിച്ചേ എന്നും പറഞ്ഞ് നമ്മുടെ കനി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ കേശുവും കനിയും കൂടി ഇങ്ങനെ എന്നൊക്കെ കണ്ട് ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കോൾ ചെയ്യുന്നപ്പോഴത്തേക്കും സാറ് ഫോൺ ചാടിയെടുത്തു. ഹലോ സരസ്വതി, സാർ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. പുട്ടും പഴവും കഴിച്ചു. അയ്യോ രാത്രിയും പുട്ടു കഴിച്ചോ? സരസ്വതി പഠിപ്പിച്ചതല്ലേ നമുക്കറിയുള്ളൂ എന്ന് സാറ് ചോദിക്കുമ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കി തഴക്കം വരണമെന്ന് സാർ. പുട്ട് മനപാഠമാക്കിയിട്ട് അടുത്ത വിഭവത്തിലേക്ക് കടക്കാം എന്നും സാറ് പറയുക. ഓരോ ഉരുള കഴിക്കുമ്പോഴും ആ വിദ്യ പഠിപ്പിച്ച ഗുരുവിനെ സ്മരിക്കുന്നുണ്ട് കേട്ടോ എന്ന് സാറ് പറഞ്ഞേ. അത് കേട്ടപ്പോൾ അയ്യോ അത്രയ്ക്കൊക്കെ വേണോ എൻ്റെ സാറേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞാനൊരു വഴിക്കായെന്നൊക്കെ സാർ ഇങ്ങനെ പറയുക. ഇപ്പോഴേ ഭക്ഷണത്തോടുള്ള ഒരു മടുപ്പ് മാറി, അത്യാവശ്യം വിശപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തായാലും നന്നായി സാറേ, സന്തോഷമായി എനിക്കെന്ന് ടീച്ചറമ്മ പറയുക. അന്ന് ഞാൻ മാഗസീനുമായി അവിടെ വന്ന ആ ദിവസമില്ലേ, അതിൻ്റെ തലേന്ന് പകൽ ഞാനൊരു സ്വപ്നം കണ്ടുവെന്ന് അദ്ദേഹം ടീച്ചറമ്മയോട് പറയുക. ടീച്ചറമ്മയ്ക്കാണെങ്കിൽ അതൊക്കെ കേൾക്കാനൊരാഗ്രഹം. TTC കാലത്ത് സരസ്വതി പാടുന്നു. അങ്ങനെ ആ പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് തനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ സാറ് ചോദിച്ചനുസരിച്ച് ടീച്ചർ ആ പാട്ട് പാടാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ആ പാട്ടൊക്കെ മറന്നുപോയി, ഈ പാട്ട് കേട്ട സാറ് പോലും എന്നെ ഇനി കളിയാക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ കളിയാക്കുമോടോ എന്നൊക്കെ ചോദിച്ചോ. സാറ് അറിയാവുന്ന പോലെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ടീച്ചർ അവിടെ ഇരുന്ന് ആ പാട്ട് ഇങ്ങനെ പാടുക. അങ്ങനെ അവരെ പറഞ്ഞു വിടുക, എനിക്ക് കുറച്ച് നേരം കൂടി ഇരിക്കണം, നീ പോയി കിടന്ന് ഉറങ്ങിക്കേ എന്നൊക്കെ പറഞ്ഞ് കനിയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിട്ടാണ് ആശാത്തി സാറിന് പാട്ട് പാടിക്കൊടുക്കാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ സാറിന് ആ പാട്ട് നമ്മുടെ ടീച്ചറമ്മ പാടിക്കൊടുക്കുമ്പോൾ സാറ് നിലാവിലേക്കൊക്കെ നോക്കി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നു. പിന്നെ അവരൊരുമിച്ച് നടന്ന കാര്യങ്ങൾ, അവരൊരുമിച്ച് സംസാരിച്ച കാര്യങ്ങൾ, പരസ്പരം കണ്ടത്, ഒരുമിച്ച് പോയിരുന്ന ആഹാരം കഴിച്ചത്, അങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളും നമ്മുടെ സാറിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറിഞ്ഞ് വരും കേട്ടോ. ടീച്ചറുടെ മനസ്സിലേക്കും ആ ഒരു കാഴ്ചകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ കടന്നു വരുന്നു. അപ്പോൾ എന്തായാലും
രണ്ടുപേർക്കും അവിടെ ഇവിടെ ഇരുന്ന് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.